പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ലൈവ് വാൾപേപ്പറൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ ഫോണിൽ ഹോം സ്ക്രീനൊക്കെ ആയിട്ട് ഇടാൻ ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ഈ ലൈവ് വാൾപേപ്പർ നമുക്ക് സ്വയം ഒന്ന് ക്രിയേറ്റ് ചെയ്താലോ, സ്വന്തമായിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് പിക്സലോപ്പ് എന്നാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ ഉള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും, അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്ത ഒരു ലൈവ് വാൾപേപ്പർ ഞാൻ അവിടെ കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഞാനിവിടെ അധികം ക്രിയേറ്റിവിറ്റി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മളത് ഫോണിൽ ചെയ്താണെന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. കാരണം അതുപോലെ ഓപ്ഷൻസ് ഈ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളെടുത്ത ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആ ഫോട്ടോ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അതായത് അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. എന്നിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ആനിമേറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്, ജസ്റ്റ് ആനിമേറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ പാത്ത് എന്നൊരു ഓപ്ഷനുണ്ട്. പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോർഷനാണ് അല്ലെ ഏത് ഏരിയയാണ് ആനിമേറ്റ് ചെയ്യേണ്ടത് അല്ലെ ചലിപ്പിക്കേണ്ടത് ആ ഏരിയ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനൊരു ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഏരിയ എല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഏരിയ ചലിക്കണ്ട എന്നുണ്ടെങ്കിൽ ആങ്കർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ചലിക്കുന്ന ആ ഏരിയ ബ്ലോക്ക് ആവും ചെറുതായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുന്നതായിട്ട് മാത്രം മതിയെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ആങ്കർ ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ആ ഒരു രീതി കുറച്ചുകൂടെ വൃത്തിയായി മാറിയില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും, ഫ്രീസ് ചെയ്യാൻ പറ്റും. ഫ്രീസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ മലയെല്ലാം ചലിപ്പിക്കുന്നെങ്കിൽ മല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മല മുതൽ ജസ്റ്റ് ഈ മല ഇങ്ങനെ ചലിക്കുക ആ ഏരിയ ഫുള്ള്. അതുപോലെ അൺഫ്രീസ് ചെയ്യണമെങ്കിൽ അത് അൺഫ്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇന്ന് ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ സ്കൈ എന്നൊരു ഓപ്ഷനുണ്ട്. സ്കൈ എന്ന് പറയുന്നത് മേഘങ്ങൾ. അപ്പോൾ നമുക്ക് ഒരുപാട് മേഘങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നീല നിറത്തിലുള്ള ഗോൾഡൻ നിറത്തിൽ വരുന്ന മേഘങ്ങൾ, അങ്ങനെ ഒരുപാട് മേഘങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഇതിന് ഒരുപാട് രീതിയിൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തിനെ മനോഹരമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നേരം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നോ അപ്പോൾ അത്രയും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഈ കിട്ടുന്നത്. പിന്നെ എലമെൻ്റ് എന്ന് പറയുന്നത് തീയ്, പൂമ്പാറ്റ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ ആ ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ എലമെൻ്റ്. ഇപ്പോൾ ജസ്റ്റ് കണ്ടോ, നല്ലൊരു ക്വാളിറ്റിയും ഉണ്ട്, അത്യാവശ്യം നല്ലൊരു രീതി അത് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു നാച്ചുറലായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ജസ്റ്റ് എന്നിട്ട് സേവ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.